മുമ്പ് പ്രൈവറ്റ് സെക്ടറിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഫിസിഷ്യനായിട്ടും തെറാപ്പി കുട്ടികൾക്ക് തിയറി ക്ലാസ് എടുക്കാനും ഫോറിനേഴ്സിന് തിയറി ക്ലാസ് എടുക്കാനും ഒക്കെ അവിടെ മുൻനിരയിൽ തന്നെ നിന്നിരുന്നു. പക്ഷെ എന്നാലും സാലറി വളരെ തുച്ഛമായതായിരുന്നു. കോവിഡിന് ശേഷം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി. പക്ഷെ ഈ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ പിന്നെയും വർക്ക് ചെയ്താലും ഈ സാലറി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ഇത്രയും ടൈം മാനേജ് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഹോം കൺസൾട്ടേഷനിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ നമുക്കെല്ലാം വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പറ്റും, ഒപ്പം തന്നെ കൺസൾട്ട് ചെയ്യാം. പക്ഷെ അതും കാര്യമായ അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഞാൻ ഇതുവരെ കൊടുത്തിരുന്നില്ല. ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം ദൈവാനുഗ്രഹത്താൽ നല്ലതായതുകൊണ്ട് പേഷ്യൻസ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ ക്യൂറായ ആൾക്കാർ പരസ്പരം പറഞ്ഞ് കിട്ടുന്ന പേഷ്യൻസാണ് എനിക്ക് വരുന്നത്. ഒരാൾക്ക് ഭേദമാവുമ്പോൾ അദ്ദേഹം മറ്റൊരാളോട് പറഞ്ഞ് അങ്ങനെ വരുന്ന കൺസൾട്ടേഷൻസാണ് എനിക്കുള്ളത്. അപ്പോൾ അത്ര പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര തിരക്കില്ലാത്തൊരു ക്ലിനിക്കാണ്. വല്ലപ്പോഴും ആരെങ്കിലും വരുന്നു, കൺസൾട്ട് ചെയ്യുന്നു. അതും ഞാൻ 100 രൂപയ്ക്കാണ് കൺസൾട്ടേഷൻ ഫീസ് വാങ്ങുന്നത്. പിന്നെ ചില ആൾക്കാർ വളരെ നിർധനരായവർ വരുമ്പോൾ ഞാനത് കൺസൾട്ടേഷൻ വാങ്ങാറുമില്ല. അപ്പോൾ അതിൽ നിന്ന് കാര്യമായൊരു ഇൻകം എനിക്കില്ല. പഞ്ചകർമ്മ ക്ലിനിക്കൊന്നും ഇല്ല. മെഡിസിൻസിൽ നിന്ന് ഒരു 20% നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. അത് ഫാർമ കമ്പനീസിൻ്റെ വക കിട്ടുന്നതാണ്. അതൊക്കെ മാത്രമാണ് ഇൻകം. അതും വല്ലപ്പോഴൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റേബിൾ ഇൻകം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ, നമ്മളിപ്പോൾ നമ്മുടെ മെഡിസിൻസും ഒക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ പാരൻസ് തന്നെ പറയും, എൻ്റെ മെഡിസിൻസ് തന്നെയാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ റിസൾട്ട് അറിയാം. അപ്പോൾ എന്തുകൊണ്ട് അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ചെയ്തുകൂടാ എന്ന് പാരൻസ് ചോദിക്കുമെങ്കിലും എനിക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെ അതിലേക്ക് വരണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തായാലും നമ്മളിപ്പോൾ വീട്ടിലാണ്, അപ്പോൾ കുറച്ച് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും ഏൺ ചെയ്യുന്നുണ്ട്, അതും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിലും എനിക്കൊരു കോൺഫിഡൻസ് കുറവ്. ഞാൻ വീഡിയോസ് പലതും ഷൂട്ട് ചെയ്തു എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യണോ അങ്ങനെ തോന്നി. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചാനൽ. വീഡിയോസ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ പോസ്റ്റ് ചെയ്യാൻ ഒരു മടി. എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷന് എല്ലാവരും പറയുന്നുണ്ട് ചെയ്യൂ എന്നൊക്കെ. പക്ഷെ എനിക്കത് എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റി അറിയില്ല. ഇപ്പോൾ നമ്മൾ മെഡിസിൻസ് ആയാലും പേഷ്യൻസിന് ഇപ്പോൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അവർക്കത് അവൈലബിൾ ആണോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ത് ചെയ്യണം എന്നൊക്കെ. ഗ്ലോബലി സാർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ പുറത്തോട്ടൊക്കെ നമ്മുടെ മെഡിസിൻസ് കിട്ടുമോ, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ അതിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, ഈ വെബിനാറിലേക്ക്. അപ്പോൾ അതിലെ കോഴ്സുകൾ, അതിനെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങും താല്പര്യമുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ കോഴ്സൊക്കെ അവൈലബിൾ ആണെന്ന് അറിഞ്ഞിട്ടാണ് ഞാനത് സബ്സ്ക്രിപ്ഷൻ ചെയ്തത്. അപ്പോൾ ഇനി കൂടുതൽ പ്രയോജനമാവട്ടെ എന്ന് വിചാരിക്കുന്നു. സാറിൻ്റെ ഈ വെബിനാർ തന്നെ കേട്ടപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ഇനിയും അത് മുമ്പോട്ട് നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിലൂടെ ഇനി കുറച്ചുകൂടെ 2025 ബിഗിനിങ്ങിൽ തന്നെ സ്റ്റേബിളായിട്ട് ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ കരിയർ മുമ്പോട്ട് പോകും എന്നൊരു വിശ്വാസം തോന്നുന്നുണ്ട്.